എന്തൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്? ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് രാഹുൽ അല്ലാതെ ആര് നിന്നാലും 8 നിരയിൽ പൊട്ടും പൊട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ലെന്ന് എല്ലാ ആളുകൾക്കും, പാലക്കാട്ടിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കേസാണ്. ഇപ്പം കണ്ടില്ലേ, കെ സുധാകരനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും സീനാദേവി കുഞ്ഞമ്മയൊക്കെ ഇതുപോലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നട്ടലുള്ള ഇതുപോലുള്ള പ്രവർത്തകരെ അല്ലെങ്കിൽ ഇതുപോലുള്ള നേതാക്കളെ കരിയില പോലെ വലിച്ചെറിഞ്ഞ് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞിട്ട് മന്ത്രി കസേരയിൽ കയറി ഇരുന്ന് വിലസാമെന്ന് പല ആളുകളും ഊഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികൾ. അവർ അതിനുള്ള മറുപടി തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും രാഹുലിനെയും അതുപോലെ കെ സുധാകരനെയും, അതുപോലെ കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരത്തെ സിംഹമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ സുധാകരനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് CPM-ൻ്റെ കോട്ടയാണ് കണ്ണൂരിൽ നിന്നിട്ട് CPM-ൻ്റെ കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ നിന്നിട്ട് ഈ ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് കെ സുധാകരൻ. ആ ഒരു വ്യക്തിക്ക് പാർട്ടി സീറ്റ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് ചെയ്യുന്ന ആ ഒരു വ്യക്തി പ്രസ്ഥാനത്തിൽ ഇരുന്ന സമയത്ത് പോലും ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. അപ്പം സീറ്റ് പോലും കൊടുക്കാതെ പുള്ളിയെ കരിയില പോലെ വലിച്ചെറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ വലിച്ചെറിഞ്ഞതുപോലെ, സീനാദേവി കുഞ്ഞമ്മയെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നത് പോലെ, ഇവരെ എല്ലാം ഒതുക്കുന്നത് പോലെ കെ സുധാകരനെയും ഒതുക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കെ സുധാകരനെയും സീനാദേവി കുഞ്ഞമ്മയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഓരോ സപ്പോർട്ടും ലൈക്കായിട്ട് കൊടുക്കുക. ലൈക്ക് അടിച്ച് നിങ്ങൾ ലൈക്ക് ബട്ടൺ പൊട്ടിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ പിന്തുണയ്ക്കുക, എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ പിന്തുണ എനിക്കും വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം സീനാദേവി കുഞ്ഞമ്മ, അതുപോലെ കെ സുധാകരൻ, അതുപോലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം, ഇവരൊക്കെ നട്ടലുള്ളൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം ഞെട്ടിക്കുന്ന വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ തട്ടി മാറ്റിക്കളഞ്ഞിട്ട് IM വിജയനെ നിർത്താനെ കൊണ്ടുള്ള പരിപാടി ഇവിടെ നടത്തി. IM വിജയനെ നിർത്താനെ കൊണ്ടുള്ള പരിപാടി ഈ പ്രസ്ഥാനത്തിലെ കള്ളക്കിഴവം നാറികൾ ചേർന്നിട്ടൊരു മീറ്റിംഗ് നടത്തി IM വിജയനെ കോണ്ടാക്ട് ചെയ്തു. IM വിജയനെ കോണ്ടാക്ട് ചെയ്ത് ഈ ഒരു പ്രസ്ഥാനത്തിലെ ആളുകൾ മാത്രമല്ല, ഭരണപക്ഷത്തുള്ള ആളുകളും വിളിച്ചിരുന്നു. അതുപോലെ BJP-യിൽ നിന്നുള്ള കോള് പോയിട്ടുണ്ട്. ഇപ്പം BJP-യിൽ ഇപ്പം ഈ മറ്റേ ഡോക്ടർ റോബിൻ ഉണ്ടല്ലോ, അവനെ വിളിച്ചില്ല. ഡോക്ടർ റോബിനെ വിളിച്ചു. അതുപോലെ അഖിൽ മാരാർ പിന്നെ ഒരു നിലപാടും ഇല്ലാത്തൊരു വൃത്തികെട്ട ഒരു ക്നാപ്പനാണ് അഖിൽ മാരാർ. ഇല്ല, 2 വെള്ളത്തിൽ ചവിട്ടിയുള്ള സംസാരമാണ്. ഇത്രയും നാളും കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ പുകഴ്ത്തി VD സതീശൻ്റെ കാല് നക്കിക്കൊണ്ട് നടന്നു. ഇപ്പോൾ നാണ്ടാണ്ടില്ല, ചാണകത്തിലേക്ക് പോയി ചാടി. ഓക്കെ, അത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരവരുടെ ഇഷ്ടങ്ങൾ, അതൊക്കെ പോട്ടെ. ഇപ്പം അതുപോലെ തന്നെ IM വിജയനെയും വിളിച്ചിരുന്നു BJP-യിൽ നിന്ന്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഞാനിവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്താണ്. എന്നിട്ട് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ IM വിജയനെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലമായ പാലക്കാട് നിങ്ങൾ നിൽക്കണം, നിങ്ങളെ പാലക്കാട്ടുകാർ ജയിപ്പിക്കും, രാഹുലിനെ കൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കും എന്നാണ് പറഞ്ഞത്. രാഹുലിനെ അവിടെ ഇറക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് പിടിച്ചു തരും എന്ന് പറഞ്ഞ് IM വിജയനെ കൺവിൻസ് ചെയ്യാൻ നോക്കി. IM വിജയൻ പറഞ്ഞ് പോയി പണി നോക്കടാ സതീശൻ എന്ന് പറഞ്ഞ്. രാഹുൽ എൻ്റെ ചെറുക്കനാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിർത്തിയില്ലെങ്കിൽ അവൻ നിൽക്കേണ്ട സീറ്റിൽ അവനെ നിർത്തേണ്ടടുത്ത് എന്നെ നിങ്ങൾ വില കൊടുത്ത് എന്നെ നിങ്ങൾ വാങ്ങിച്ച് അവിടെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതിന് വെച്ച വെള്ളം നിങ്ങൾ ഏതെങ്കിലും പൂഞ്ഞാറ്റി കൊണ്ട് കളഞ്ഞാൽ മതിയെന്ന് അല്ല PC ജോർജ് പറയുന്ന പോലെ IM വിജയൻ നല്ല അടിപൊളി മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സത്യമായിട്ടുള്ള കാര്യമാണ്. IM വിജയനെ പാലക്കാട് നിർത്തി രാഹുലിനെ തട്ടിക്കളഞ്ഞ് പാലക്കാട് നിർത്താനുള്ള പരിപാടിയൊക്കെ നടത്തി. അതിനുശേഷമാണ്, അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് പിഷാരടിയെ ഇറക്കിയത്. പിഷാരടിയെ ഇറക്കിയിട്ട് ഭൂലോക നെഗറ്റീവായി. ആളുകളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞ് പിഷാരടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിഷാരടിക്ക് വോട്ട് ചെയ്യത്തില്ല. 8 നിലയിൽപ്പെട്ട് നിങ്ങളൊന്ന് നോക്കിയേ. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് പകരമാകുമോ ഈ പിഷാരടിയും അല്ലെങ്കിൽ IM വിജയനും? IM വിജയൻ ഓക്കെ, പുള്ളി നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയിട്ട് പാലക്കാട് ഇനി ആരെ കൊണ്ട് നിർത്തിയാലും 8 അല്ല
18 നിലയിൽ പൊട്ടിപ്പാളീസാവും. അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു അടിയായിരിക്കും. ഈ കേരളത്തിലെ എനിക്ക് തോന്നുന്നു പാലക്കാടാണ് റെക്കോർഡ് വിജയത്തോടു കൂടി കോൺഗ്രസിന് നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും ഷാഫിയെയും അതുപോലെ രാഹുലിനെയും പോലെയുള്ള ആളുകൾ കൊണ്ടാണ്. അപ്പം ഇതിനകത്ത് വി ഡി സതീശനും ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ്റെ കൂടെ നടക്കുന്ന കള്ളക്കിളവന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് പല കളികളും നടത്തുന്നുണ്ട്, പല കളികളും നോക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തകർക്കാനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർത്തിക്കൊണ്ടുവരാനല്ല, തകർക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ, രാഹുലിനെ പുറത്താക്കി, സീനാദേവി കുഞ്ഞമ്മയെ പുറത്താക്കാനുള്ള പരിപാടി നടത്തുന്നുണ്ട്. അതുപോലെ കെ സുധാകരനെ അതും ഇതും പറഞ്ഞിട്ട് പുള്ളിയെ സ്വയമേ അങ്ങോട്ട് പുറത്തിയടിപ്പിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഞാനിവിടെ പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ വാക്കുകൾ ഞാനിവിടെ വെച്ചിരുന്നു. നിങ്ങൾ കണ്ടു നോക്ക്, പാലക്കാട്ടിലെ ജനങ്ങൾ എന്തുമാത്രം രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ തന്നെ ആഗ്രഹിക്കുക. അയാൾ പറഞ്ഞെന്താണെന്നറിയോ, പാലക്കാട് ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറായിട്ടോ അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പൊടിയും തട്ടി പോകുമല്ല വേണ്ടത്. ആ നാട്ടിന് വേണ്ടി, ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം, ജനങ്ങളിലെ കണ്ണീരൊപ്പണം, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ജയിപ്പിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവൂ. ആ ഒരു ഓട്ടോ ഡ്രൈവർ, ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കാരണം രാഹുൽ മാങ്കൂട്ടം 1.5 കൊല്ലമായിട്ടേ ഉള്ളൂ പാലക്കാട് MLA ആയിട്ട്, 1.5 കൊല്ലമായിട്ടേ ഉള്ളൂ. ആ 1.5 കൊല്ലത്തിനിടയ്ക്ക് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തേക്കുന്നത്? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പാവപ്പെട്ട നിർധരരായിട്ടുള്ള, കണ്ണ് പോലും കാണാൻ സാധിക്കാത്ത ഒരു അമ്മയ്ക്കും ഒരു കുഞ്ഞിനും ഒരു വീട് വെച്ച് നൽകി. അതിൻ്റെയൊക്കെ വീഡിയോസും വാർത്തകളൊക്കെയാണ് വാർത്തകളെന്ന് പറയാൻ പറ്റത്തില്ല, അതൊന്നും ആരും വാർത്തയാകത്തില്ല. അതൊന്നും നല്ലത് കണ്ടു കഴിഞ്ഞാൽ ആരും അത് അംഗീകരിക്കത്തില്ല. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് വരട്ട് വാർത്തകളിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തി അയാളെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാവോ, ആ വ്യക്തി എത്രമാത്രം ക്രൂശിക്കാവോ അങ്ങേയറ്റം ക്രൂശിച്ച് വാർത്താ മാധ്യമങ്ങളും അതുപോലെ മറ്റുള്ള ഈ രാജൻ ജോസഫിനെ പോലെയുള്ള കള്ളക്കഴിവേറികളെ പോലുള്ള ആളുകൾ വന്നിരുന്നിട്ട് ആ ഒരു വ്യക്തി എത്രമാത്രം താറടിക്കാവോ. രാജൻ ജോസഫിൻ്റെ ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോ ഞാൻ പറയുന്നുണ്ട്. രാജൻ ജോസഫ് പൈസ മേടിച്ച് രാഹുലിനെതിരെ കളിച്ച രാഹുൽ മാങ്കൂട്ടം വലിച്ചു കീറി രാജൻ ജോസഫിനെ ഒട്ടിക്കുന്നൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, അപ്പം ഫോളോ ചെയ്ത് വെച്ചേക്കണം. അപ്പം ഈ പറഞ്ഞിട്ടുള്ള പോലെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി 1.5 കൊല്ലം കൊണ്ട് പാലക്കാട് ജനങ്ങൾക്ക് സമ്മാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് പാലക്കാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ വേണം, രാഹുൽ മതി. അമ്മമാർ കഴിഞ്ഞ ആ വീടിൻ്റെ താക്കോൽദാനവുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് പോയപ്പോഴത്തേക്ക് ഓരോ അമ്മമാരൊക്കെ രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടു കഴിഞ്ഞുണ്ടല്ലോ. ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ആ അമ്മമാരെയൊക്കെ സ്നേഹമൊന്ന് കണ്ടു നോക്ക്. കാരണം എത്രത്തോളം രാഹുലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിലൂടെ മനസ്സിലാക്കാം. പുള്ളിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് തിരുത്തി കൊണ്ടുവരാൻ സ്വന്തം പ്രസ്ഥാനം ശ്രമിക്കണം. അതാണ് കെ സുധാകരൻ വരെ പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൈയെടുത്ത് രംഗത്ത് വന്നപ്പോൾ കെ സുധാകരനെ പോലെ എന്നല്ല, കെ സുധാകരൻ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്. പിന്നെ സീനാദേവി കുഞ്ഞമ്മ, അതുപോലെ ഫെനി നയനാക്കി, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ കെ സുധാകരനെ പോലെയുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ഒരു മുതിർന്ന നേതാവ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിലൂടെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ആരാണെന്നും പുള്ളിയുടെ കേപ്പബിലിറ്റി എവിടെ കടക്കുന്നു എന്നും പുള്ളി ഇതിനകത്ത് എത്രത്തോളം നിരപരാധിയാണെന്നും രാഹുലിനെ കുഴിയിൽ വീഴ്ത്താനെ കൊണ്ട് ഈ പുറവിൽ നിന്ന് കളിച്ച വ്യക്തികൾ ആരാണെന്നും ഒക്കെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കെ സുധാകരൻ എന്നൊരു വ്യക്തി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ കെ സുധാകരന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത്. കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തങ്ങോട്ട് ലൈക്ക് ബട്ടണൊക്കെ അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേരാൻ. അപ്പം ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ, പാലക്കാട്ടുകാരൻ പ്രതികരിക്കുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് രാഹുലിനെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് വേണം. IM വിജയനോ അല്ലെങ്കിൽ ഈ പിഷാരടിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള വേറെ രമേശ് ചെന്നിത്തല നിൽക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിയതാണ്, പൊട്ടിപ്പാളീസായിപ്പോയി. അപ്പോൾ ഇവരൊക്കെ രാഹുലിന് പകരക്കാരനാവും. ഇവരൊക്കെ സ്വന്തം മണ്ഡലത്തിൽ നിന്നിട്ട് ആ നാട്ടിൽ എത്രത്തോളം വികസനമാണ് ഇവരൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഒന്നും കാണത്തില്ല, ഒരു ചുക്കും കാണത്തില്ല. പക്ഷേ
രാഹുൽ മാങ്കൂട്ടം 1.5 കൊല്ലം പാലക്കാട് സ്വന്തം നാട് പോലും അല്ല. അതാ രാഹുൽ മാങ്കൂട്ടം. പുള്ളിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. പാലക്കാട്ടിൽ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലും നിർത്താത്തതിൻ്റെ പേരിലും റീസെൻ്റായിട്ട് ഫേസ്ബുക്കിനകത്ത് കുറിച്ചൊരു ക്യാപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പാലക്കാട്ടിലെ ജനങ്ങൾ എൻ്റെ എല്ലാമാണ്, പാലക്കാട് എനിക്ക് എല്ലാമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ക്യാപ്ഷൻ ഇടുന്നുണ്ട്. എന്തായാലും ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും. ഇവിടെ തന്നെ തിരിച്ചു വന്നില്ലേ? തിരിച്ചു വന്നില്ലേ? 2 വീടൊക്കെ കൊടുത്തു. 2 വീടോ 4 വീടോ കൊടുക്കാൻ പറ്റുന്നത്ര കൊടുക്കന്നെ. ഇനിയിപ്പോ എന്താ നമ്മുടെ രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്താ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം പാലക്കാട് പ്രവർത്തനം തന്നെ അല്ലാണ്ട് ഇപ്പം എന്താണ്? നമ്മുടെ ഷാഫിനെ പോലെ തന്നെയാണ് പ്രവർത്തനം. എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് എന്താ വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം അതന്നെയാണ് വലുത്. നമ്മുടെ MLA പ്രതീക്ഷിക്കുന്ന നമ്മളിവിടെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ MLA ആയാലും ഏത് മെമ്പർമാരായാലും നമ്മൾ ജനങ്ങളോടുകൂടി കൂടുതൽ ഇടപെടണം. അപ്പോഴാണ് ജനങ്ങൾക്ക് വീണ്ടും അവരോടുള്ള ഇഷ്ടങ്ങൾ വരുള്ളൂ. അത് അവരോട് നല്ലുണ്ട്, സ്നേഹമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർ നമ്മളോട് നിൽക്കുന്നുണ്ട്. അല്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലല്ല, അവർ നമ്മളെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇതിനെ ഏറ്റു നടക്കുന്നത്. ചെയ്യുന്ന കാര്യം കൊണ്ടല്ലേ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ചു വരണം, ഇവിടെ മത്സരിക്കണം, വരണം എന്നുള്ള ആഗ്രഹം വന്ന് വിജയിക്കണം. ഇവിടെ എന്തായാലും വിജയിക്കും, നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കും. സംസ്ഥാനത്തെ ഭരണമാറ്റം ഉണ്ടാകുമോ അതോ? ഭരണമാറ്റം വരണമല്ലോ. നമ്മളിപ്പോൾ എപ്പോഴും ഒരു ഭരണത്തിന് നമ്മൾ തുടർന്ന് പോകണമെന്നല്ലേ കാര്യമില്ലല്ലോ. നമുക്ക് മാറ്റങ്ങൾ വരണം. അപ്പോഴാണ് നമ്മുടെ ഈ കേരളത്തിന് എന്തെങ്കിലും വികസനങ്ങൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭരണം മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളും നമ്മൾ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരാനുള്ള ജനങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആളുകൾ പറയണില്ലാന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ തിരിച്ചു വരും. കണ്ടല്ലോ, ഇതുപോലൊരു MLA ആണ് അവർക്ക് ആവശ്യം. അത് രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറെ ഒരാളെ കൊണ്ടും അവിടെ സാധിക്കത്തുമില്ല. 1.5 കൊല്ലം കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, 2 വീട് വെച്ച് കൊടുക്കാൻ 100 വീടിൻ്റെ 12 വീടിൻ്റെ തറക്കല്ല് വരെ 1.5 കൊല്ലം കൊണ്ട് ഒരു MLA ഇട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ കഴിവൊന്ന് നോക്കിക്കോണേ. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളെ മാറ്റിവെച്ച ആ സമയം, അയാളുടെ ആ പൂർണ്ണ പിന്തുണ, അയാളുടെ സപ്പോർട്ട്, ജനങ്ങൾ അയാൾക്ക് കൊടുത്ത ആ സ്നേഹവും ആ സപ്പോർട്ടിൻ്റെയും ആ ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക്, അതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കാണ്. ജനങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി, ഒരുപാട് ഭൂരിപക്ഷത്തോടു കൂടി, റെക്കോർഡ് വിജയത്തോടു കൂടി ജയിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി സ്നേഹം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അവർക്ക് എന്താണ് വേണ്ടുന്നത്, അവരെ ബുദ്ധിമുട്ടുകൾ, അവരെ കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കി അവരെ കൂടെ നിന്ന് അവർക്കിടയിലോട്ട് ഇറങ്ങി അവരിലേക്ക് ഈ പറഞ്ഞ പോലെ അവരെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു പൊതുപ്രവർത്തകൻ അവിടെ രൂപപ്പെടുന്നത്. യഥാർത്ഥ ഒരു നേതാവെന്ന് നമുക്ക് വിളിക്കാൻ ഒരാളവിടെ ഉണ്ടാവുന്നത് തന്നെ അല്ലേ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ IM വിജയനെ ഇറക്കി പാലക്കാട് പിടിക്കാനെ കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വോട്ട് പിടിപ്പിച്ച് IM വിജയനെ ജയിപ്പിക്കാനെ കൊണ്ട് പരിപാടി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് കള്ളക്കിഴവന്മാരെല്ലാം കൂടെ ചെയ്ത് നടത്താനുള്ള ശ്രമം നോക്കി. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. IM വിജയൻ പറഞ്ഞ് പോയി പണി നോക്കി നടന്നു പറഞ്ഞു. രാഹുലിനെ അല്ലാതെ പാലക്കാട് വേറെ ആരെങ്കിലും നിർത്തുവാണെങ്കിൽ നീയൊക്കെ 8 നിലയിൽ പൊട്ടും, നോക്കിക്കുമെന്ന് പറഞ്ഞുള്ളതാണ്. IM വിജയനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ കള്ളക്കിഴവന്മാർ IM വിജയനെ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കി. ഇനി ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഇതൊക്കെ ഉള്ള സംഭവമാണ്. ചിലപ്പോൾ കുരു പൊട്ടിയിട്ട് പല ആളുകളും ചിലപ്പോൾ പറയും. ഞാനിപ്പോഴും പറയുകയാണ്, രാഹുൽ അല്ലാതെ പാലക്കാട് ആരെ കൊണ്ട് നിർത്തിയാലും അത് ജയിക്കാൻ പോകുന്നില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ ഷാഫി പറമ്പിൽ നിന്ന് 3 വട്ടം ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ പക്ഷേ ഷാഫി നിന്നാൽ പോലും പാലക്കാട്ടിലെ ജനങ്ങൾ ഷാഫി ജയിപ്പിക്കണമെന്നില്ല. കാരണം അത്രമാത്രം രാഹുൽ എന്നൊരു വ്യക്തിയിൽ പാലക്കാടിലെ ജനങ്ങൾ വിശ്വസിച്ച് പോയി. പാലക്കാടിലെ ജനങ്ങൾ ആ രാഹുൽ എന്നൊരു വ്യക്തിയെ സ്നേഹിച്ചു പോയി. അതുകൊണ്ട് ഷാഫി നിന്നാൽ പോലും ജയിക്കാൻ ഷാഫിയാണ് രാഹുലിനെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുലിനെയും കെ സുധാകരനെയും ശ്രീനാദേവി കുഞ്ഞമ്മയും ഫെനി നയനാനെയും ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ പിന്തുണ ലൈക്കായിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ അവരെയൊക്കെ പിന്തുണ, നിങ്ങളെ സപ്പോർട്ടും എനിക്കും കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സീ യു.